ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. ഇത് നമ്മളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരുമിച്ച് ചേർന്ന് വന്ന് ഭക്ഷണം പങ്കിടുവാനായിട്ടും പ്രാർത്ഥനയിൽ പങ്കാളികളായി തീരുന്നതിനായിട്ടും സാധിക്കുന്നുണ്ടോ? സാധിക്കാത്തതായുള്ള അവസ്ഥയുണ്ട് എന്നെനിക്കറിയാം. കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കിടന്നുറങ്ങിക്കോട്ടെ, കുഞ്ഞുങ്ങൾ ഉണർന്ന് കരയുമ്പോൾ പോയി അറ്റൻഡ് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നതായുള്ളൊരു വിധത്തിലേക്ക് നാം മാറിയിരിക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു കുടുംബം എന്നുള്ളതായിട്ടുള്ള സംവിധാനത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ അതുപോലെ ഉൾക്കൊള്ളുവാനായിട്ട് നാം ശ്രമിക്കുന്നില്ല എന്ന് വരികിൽ നമുക്ക് നഷ്ടപ്പെടുവാനായിട്ട് പോകുന്നത് ഭാവിയാണ്. എന്തുകൊണ്ടാണ് സഭയിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങൾ അകന്നു നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നതായിട്ട് അവസരത്തിൽ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. മാറ്റി നിർത്തപ്പെട്ടതായുള്ള സാഹചര്യത്തിൽ മാറി നിൽക്കുകയല്ല എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാനായിട്ടുള്ളൊരു ദൗത്യം ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള സാഹചര്യത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ, അതിൽ വളർന്നു വരുവാൻ, അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതത് സമയത്ത് ചെയ്യുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. ഒരു ദേവാലയത്തിൽ വരുന്നതായിട്ടുള്ള അവസരത്തിൽ കുർബാനയിൽ പങ്കെടുക്കുക എന്നത് മാത്രമല്ല പ്രാധാന്യം അറിയിക്കുന്നത്. കുർബാനയിൽ പങ്കെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ, അതേ അർത്ഥത്തിൽ തന്നെ, അതേ ഗൗരവത്തിൽ തന്നെ അന്യോന്യമുള്ള സന്തോഷവും സ്നേഹവും കൂട്ടായ്മയൊക്കെ അനുഭവിക്കാനായിട്ട് ഇടയായിട്ട് തീരണം.